Hello everyone, welcome to our channel Spicy and Pastry. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു കടായി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാതെ. അതിനുശേഷം 1 കിലോ ക്ലീൻ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി 2 ടൊമാറ്റോ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് ടൊമാറ്റോസൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നതിന് വരെ ഒന്ന് വേവിച്ച് കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ സോഫ്റ്റ് ആയതിന് ശേഷം വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മൂടി വെച്ച് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നതിന് വരെ കവർ ചെയ്ത് വേവിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടി 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10-15 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തോ എന്നൊക്കെ നോക്കിയിട്ട് ഓയിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയതിന് ശേഷം ലാസ്റ്റ് പിന്നെയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെച്ചിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കഷ്ണങ്ങളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.